ഹലോ ഗൈസ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ എഡ്യൂക്കേഷൻ കണ്ടന്റ് മാത്രം ചെയ്യുന്നു, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയിലെ ബ്രാൻഡ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു, ഇപ്പം അതിന് അനക്കമൊന്നും ഇല്ലല്ലോ, എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. കുറച്ച് നമ്മുടെ ഏജൻസിയിലെ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് പ്രൊമോട്ട് മാറിയിട്ടില്ല, അതിൻ്റെ വർക്ക് ബാക്കെൻഡ് നടന്നുകൊണ്ടേ ഇരിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റി നമ്മൾ ചെറുതായിട്ടൊരു നോളജ് കൊടുക്കും. അത് മാത്രമാണ് ഇത്. ഇപ്പോൾ ഏജൻസി അല്ലെങ്കിൽ ബ്രാൻഡ് ഒരു സമയം എടുത്താലും കുറച്ച് സമയം എടുത്താലും അത് വരിക തന്നെ ചെയ്യും, അത് എവിടെയും പോകത്തില്ല. ഒരു 1 ഇയർ അല്ലെങ്കിൽ അതിനകത്ത് നമുക്ക് എന്തൊരു ടൈം പിടിക്കും, കാരണം നമ്മൾ ഇത്രയും വലിയൊരു ഏജൻസി ബിൽഡ് ചെയ്യാൻ പോവാം. അപ്പോൾ ഇങ്ങനെ ഒരു ഏജൻസി തുടങ്ങുന്ന പറയുമ്പോൾ കുറച്ച് ഡിലേ ഒക്കെ ആയിരിക്കും, കാരണം നമ്മൾ ചെറിയതല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് ഏജൻസിയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ടീം വേണം, എല്ലാം വേണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. എന്തായാലും നമ്മൾ തുടങ്ങാൻ നമ്മൾ പോകത്തില്ല. അതിനു മുമ്പ് ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നു, വെബ്സൈറ്റിൽ നമ്മൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ഡൊമൈൻ. ഡൊമൈൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു സാധനമാണ്, വലിയ പാടൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു അഡ്രസ്സ് ഇല്ല, ഒരു വീട്ടുപേര്, അതേപോലൊക്കെ ഉള്ളൂ ഡൊമൈൻ. ഇപ്പോൾ വീടിന് അഡ്രസ്സ് എന്തിനാണ് കൊടുക്കുന്നത്? ഇപ്പം നമുക്ക് എന്തെങ്കിലും സാധനം വരിക, നമ്മളെ അതിൽ തിരക്ക് വരിക, അപ്പോൾ ആ അഡ്രസ്സ് നോക്കി വന്നാലേ നമ്മൾ ഇവിടെ എത്തുള്ളൂ. ആ സെയിം സാധനമാണ് ഡൊമൈൻ. ഇപ്പോൾ നമ്മൾ വെബ്സൈറ്റ് തുടങ്ങുക, അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ പേരെന്താണോ അത് സെർച്ച് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് അവിടെ വരണ്ടേ, അത്രയുള്ള ഡൊമൈൻ. ഇപ്പോൾ നമ്മുടെ സെർച്ച് എഞ്ചിനകത്ത് ഇപ്പോൾ ജോയൽ പണിച്ചൻ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഇട്ടു, അപ്പോൾ ജോയൽ പണിച്ചെന്ന് സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ വെബ്സൈറ്റ് വരണം. ജോയൽ പണിച്ചൻ എന്നുള്ളതിൻ്റെ അഡ്രസ്സാണ്. സോ അത്രയുള്ള ഡൊമൈൻ എന്ന് പറയുന്നത് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു സാധനം കൂടെ ഉണ്ട് മെയിനായിട്ട്, അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും.